ഇന്ന് കേരള പഴനി എന്നറിയപ്പെടുന്ന ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്കുള്ള ഒരു യാത്രാ വ്ളോഗാണ്. എല്ലാ വർഷവും അമ്മയുടെ ബർത്ത്ഡേക്ക് ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കലാണ് പതിവ്, സാരിയോ മറ്റും. 2-3 വർഷങ്ങളായി അമ്മയ്ക്ക് പിറന്നാൾ സമ്മാനമായി ഒരു യാത്ര സംഘടിപ്പിക്കും. ഇത് 2 വർഷം മുൻപുള്ള ബർത്ത്ഡേയുടെയാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇരുനിലങ്കോട് അമ്പലത്തിലോട്ടാണ് പോയത്. ഞങ്ങളുടെ കൂടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ മോൻ അഖിലും അതുപോലെ തന്നെ എൻ്റെ ബ്രദറിൻ്റെ 2 മക്കളായ ഉണ്ണിമോളും ഉണ്ണിമോനൊക്കെ ഉണ്ടായിരുന്നു. വളരെ ഭംഗിയുള്ള മനോഹരമായ ഒരു പ്രദേശം തന്നെയാണ് കേട്ടോ, കാണേണ്ടത് തന്നെയാണ് അത്. ഇവിടെ നോക്കുമ്പോൾ കണ്ടോ, അടിവാരമാണ് കാണുന്നത്. അവിടെ നിന്ന് പതുക്കെ പതുക്കെ കയറി വരുന്നു. 7:30-ക്കൊക്കെ പോന്നു കഴിഞ്ഞപ്പോൾ 8:30 ആകുമ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തി. അവിടെ പുത്തൂർ റോഡിലാണത്. കണ്ടോ, ഏകദേശം 650ഓളം പടി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ കയറി കഴിഞ്ഞ് നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലവും സൗകര്യമൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ആ ക്ഷേത്രം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിപ്പോൾ ഈ പടി കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അപ്പുറത്തു കൂടെ ഒരു നല്ല റോഡും ഉണ്ട്. അതുകൊണ്ട് തന്നെ വയ്യ എന്ന് തോന്നുന്നവർക്ക് ആ റോഡിലൂടെ പോകാവുന്നതാണ്. അമ്മ പറഞ്ഞു ഞാൻ കയറിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കയറിയത്. ഞങ്ങൾ എല്ലാ പടികളും കയറി, വളരെ ക്ഷീണമൊന്നും തോന്നിയില്ല, നന്നായി തന്നെ അവിടെ എത്തി. ഇടയ്ക്ക് ഇങ്ങനെയുള്ള പ്രതിമകളൊക്കെ കാണുമ്പോൾ ഞാനും അമ്മയും കൂടി നിന്ന് ഫോട്ടോ എടുത്തു. അതുമാത്രമല്ല, കയറും തോറും നല്ല നല്ല സ്പോട്ടുകളാണ്, ഓരോ സീനറി നല്ല മനോഹരമായ കാഴ്ച തന്നെയാണ് അതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഒക്കെ അവിടെ നിന്ന് ഞങ്ങൾ പല ഫോട്ടോസൊക്കെ എടുത്തു. വളരെ ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. നിങ്ങളൊന്ന് വന്ന് നോക്കണം, അത്രയും നല്ല സ്ഥലമാണ്. അവരത് നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് മറ്റ് പഴനിയിൽ പോകുമ്പോൾ കുറച്ചൊരു ഡിസ്കംഫേർട്ട് തോന്നാറുണ്ടല്ലോ, അതുപോലെയല്ല ഇവിടെ വളരെ നല്ല കാഴ്ചകളാണ്. പിന്നെ നമുക്ക് ക്ഷീണമായിട്ട് ഞങ്ങൾ കയറിയതിന് അവിടെ കണ്ടോ സ്ഥലം കണ്ടോ, നല്ല ഭംഗിയാണ്. അത് വണ്ടിയിൽ വരുന്നവർക്കുള്ള വഴിയാണ് കേട്ടോ അത്. അതിലെ കാറെടുത്ത് കൊണ്ടുവന്ന് ഇവിടെ നിർത്താം. ഓട്ടോയും കാറും ബൈക്കൊക്കെ ആ വഴിക്ക് വരും. ആ വഴിയാണത്. കണ്ടോ, അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇത് ചേട്ടൻ്റെ മോനാണ് കേട്ടോ, അഖിൽ. അവൻ്റെ ഫോട്ടോഷൂട്ടാണ് കുറച്ച്. ഇതവിടെ പാർക്കിങ്ങിന് ഉള്ള സ്ഥലത്ത് തന്നെയാണ്. അതിനടുത്താണ് അവിടുത്തെ ഊട്ടുപുര. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റാണ് കഴിച്ചത്. ഞങ്ങൾ 9:30 ആകുമ്പോഴേക്കും തൊഴിൽ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. കഞ്ഞിയും നല്ല കറിയൊക്കെ ആയിട്ട് നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഒരു വലിയ ആലുണ്ട്, അതിൻ്റെ ചുറ്റും നമുക്ക് ഇരിക്കാം, വിശ്രമിക്കുകയൊക്കെ ചെയ്യാം. വഴിപാട് സ്ഥലമാണ് പിന്നെ പുറകിൽ കാണുന്നത് കേട്ടോ. അവിടെ എല്ലാ വഴിപാടും ഉണ്ട്. അതായത് പഴനിയിലെടുത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ വഴിപാടും, മുഖ്യമായിട്ടുള്ള വഴിപാട് തലമുണ്ഡനം ചെയ്യൽ തന്നെയാണ്. പിന്നെ കാവടി, പാൽക്കാവടിയോ പാലഭിഷേകം, അങ്ങനെ മുരുകൻ്റെ അമ്പലത്തിൽ ചെയ്യുന്ന എല്ലാ വഴിപാടുകളും അവിടെ ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾ. കുറേ ദൂരെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കും അതുപോലെ പ്രായമായവർക്കൊക്കെ പഴനിയിൽ പോകാൻ ഇത്രയും ദൂരം പോകണമല്ലോ, അതുകൊണ്ട് നമുക്ക് ഇവിടെ വന്ന് തൊഴുത് ആ ഒരു ആഗ്രഹം സഫലമാക്കാം. വീണ്ടും ഞാൻ പറയുകയാണ്, ദൂരെ യാത്ര ചെയ്ത് പോകുന്നതിന് പകരം ഒരു പ്രകൃതി രമണീയമായ സ്ഥലം കാണണമെന്നുള്ളവർക്ക് ഇവിടെ വരാം, ഭഗവാനെ തൊഴാം. പഴനിമല ചവിട്ടിയ അതേ സംതൃപ്തിയോടെ തിരിച്ചു പോകാം. ഇത്രയും നല്ലൊരു സ്ഥലമാണ്. താങ്ക് യു സോ മച്ച്.